ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സി എം പങ്കിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സി എം പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരേക്കും നല്ല റോ എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ച് മെയിൻ ഇവന്റ് മാച്ച് വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് റോ എപ്പിസോഡ് അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ റിവ്യൂ എപ്പിസോഡ് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എത്രയും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു അത്രയും നല്ലതാണ് എനിക്ക്. അപ്പോൾ മാക്സിമം മറക്കാതെ ലൈക്ക് അടിക്കുക. വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. റിവ്യൂ എപ്പിസോഡിൽ മാത്രമേ ഞാൻ ഇത് ചോദിക്കുന്നുള്ളൂ. ഇനി സി എം പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. സി എം പങ്ക് റെസൽമേനിയയെ പറ്റിയാണ് പറഞ്ഞത്. അതായത് റെസൽമേനിയയിൽ വളരെയധികം വിഷമകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സി എം പങ്കിന് സംഭവിച്ചു എന്നും അതുപോലെ തന്നെ മാനസികമായിട്ട് സംഭവിച്ച ഒരു കാര്യം പോൾ ഹേമൻ സി എം പങ്കിന്റെ അടുത്ത് വില്ലത്തരം കാണിച്ചതാണ്. അതായത് റോമന്റെ കയ്യിൽ ചെയറെല്ലാം കൊടുത്ത് പോൾ ഹേമൻ അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. ശേഷം സെത്തിന്റെയും കൂടെ പോയിരുന്നു. അപ്പോൾ അതാണ് സി എം പങ്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പോൾ ഹേമൻ ഇതാദ്യമായിട്ടല്ല എന്നെ ചതിക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുൻപും എന്നോട് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഒരു ലാഡറൊക്കെ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്ക് ഏകദേശം 13 സ്റ്റിച്ചെല്ലാം ഇടേണ്ടതായിട്ട് വന്നു. പിന്നീട് സി എം പങ്ക് ഒരുപാട് മാറിയെന്നും മനുഷ്യ പരിഗണന വെച്ചുകൊണ്ട് പോൾ ഹേമനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് വീണ്ടും ഇവരൊന്നിച്ച് മുന്നോട്ട് പോയ സമയത്താണ് പോൾ ഹേമൻ പറ്റിച്ചത്. പോൾ ഹേമൻ ഒരു പാപ്പിനെ പോലെയാണ് എന്നൊക്കെ സി എം പങ്ക് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ ജെയ്സോ സി എം പങ്കിന് ഒരു വാർണിംഗ് എല്ലാം കൊടുത്തിരുന്നു. അതിനെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോൾ ഹേമൻ അവിടെ വന്നുകൊണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയാൻ തുടങ്ങിയ സമയത്ത് സി എം പങ്ക് പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, റിങ്ങിലേക്ക് വാ, നമ്മൾക്ക് സംസാരിക്കാം എന്നൊക്കെ. എന്നാൽ പോൾ ഹേമൻ പോകാതെ സെത്ത് റോളൻസ് ആണ് വന്നത്. സെത്ത് റോളൻസ് വന്നതിന് ശേഷം പറയുന്നുണ്ട്, പോൾ ഹേമനെ നിനക്കോ റോമൻ റെയിൻസിനൊന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിയില്ല, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പോൾ ഹേമനെ നീ യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെ സി എം പങ്കിനോട് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയല്ല, പോൾ ഹേമനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുപോലെ തന്നെ സി എം പങ്ക് കാരണം സെത്തിന്റെ കയ്യിലുണ്ടാവേണ്ട വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയ കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട്. അതായത് സി എം പങ്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സെത്ത് ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്തതിനെ ജെയ്സോനെ തോൽപ്പിച്ചുകൊണ്ട് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോയി അവസാനം ഇവർക്കൊരു സ്പാർക്ക് വന്നുകൊണ്ട് സെത്ത് റോളൻസ് ബ്രോൺ ബ്രേക്കറെ സി എം പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് വിട്ടു. പിന്നീട് ബ്രോൺ ബ്രേക്കർ ചെന്ന് സി എം പങ്കിനെ അറ്റാക്ക് ചെയ്തപ്പോൾ സി എം പങ്ക് തിരിച്ച് അറ്റാക്ക് ചെയ്തു. സെത്തും വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ സെത്തിനെയും തിരിച്ച് അറ്റാക്ക് ചെയ്തു. പക്ഷെ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും സി എം പങ്കിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തപ്പോൾ സാമി സെയിൻ അവിടെ വന്നുകൊണ്ട് സി എം പങ്കിനെ സേവ് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ സാമി സെയിനെയും ഇവർ അറ്റാക്ക് ചെയ്തു. അടുത്ത സെക്കൻഡിൽ തന്നെ വേൾഡ് ചാമ്പ്യൻ ജെയ്സോ വന്നുകൊണ്ട് ഇവരെ സൂപ്പർ കിക്ക് എല്ലാം ചെയ്ത് സി എം പങ്ക് ആൻഡ് സാമി സെയിൻ ഇവരെ രണ്ടുപേരെയും സേവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വെച്ചുകൊണ്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ സാമി സെയിൻ ആൻഡ് സി എം പങ്ക് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ആൻഡ് സെത്ത് റോളൻസ് ഇവർക്ക് ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് പെൻഡ വേഴ്സസ് ടാറ്റ് ഗേബിൾ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. എന്നാലും ഇവർക്ക് മുൻപ് നടന്ന മാച്ചിന്റെ അത്രയ്ക്കൊന്നും വന്നില്ല. മാച്ചിന്റെ അവസാനത്തിൽ മെക്സിക്കൻ ഡിസ്ട്രോയർ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ പെൻഡയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് വരാനുള്ള കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എൽ ഗ്രാൻഡ് അമേരിക്കാനോ പെൻഡയെ വന്ന് അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് പെൻഡ ചാറ്റ് കേബിളാണ് എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മാച്ച് എല്ലാം വെച്ചിട്ടുള്ളത്. പിന്നീട് 2 ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്, ഒന്ന് ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ. ഇതിൽ ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ സെഗ്മെന്റിൽ ഫിൻ ബാലർ പറയുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിൽ എജെ സ്റ്റൈൽസിനെ എന്തായാലും തോൽപ്പിക്കാം എന്നാണ്. ഇതിൽ രണ്ടാമത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് സി എം പങ്ക് സാമി സെയിൻ ഇവർക്കാണ്. അപ്പോൾ സി എം പങ്കിന്റെ സെഗ്മെന്റിൽ ഒരു കാര്യം പറയാൻ വേണ്ടി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അതായത് സി എം പങ്ക് ആ സെഗ്മെന്റിൽ പറഞ്ഞിരുന്നു, പോൾ ഹേമൻ അങ്ങനെ ചതിച്ചതുകൊണ്ട് ആരെ വിശ്വസിക്കണം എന്നുള്ള ഡൗട്ടെല്ലാം ഇപ്പോൾ സി എം പങ്കിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം വെച്ചാണ് ഈ സെഗ്മെന്റും കണക്ട് ചെയ്ത് പോയത്. അതായത് സാമി സെയിനോടും പറയുന്നുണ്ട്, എനിക്ക് ആരെ വിശ്വസിക്കണം എന്നറിയില്ല, നിന്നെയും വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്ന ടൈപ്പിലൊക്കെ. അപ്പൊ സാമി സെയിൻ പറയുന്നുണ്ട്, നീ വാർ ഗെയിമിൽ വന്ന സമയത്ത് എനിക്ക് നിന്നെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ നീ ആ സമയത്ത് അതെല്ലാം നന്നായി ചെയ്തു, അതുപോലെ നിനക്ക് എന്നെയും വിശ്വസിക്കാം, നമ്മൾക്ക് 2 പേർക്കും ചേർന്നുകൊണ്ട് സെത്ത് റോളൻസ് ബ്രോൺ ബ്രേക്കർ ഇവരെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് ഒന്നിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം എപ്പോഴത്തെയും പോലെ വാർ റൈഡേഴ്സ് ഗ്രീഡ് ബ്രദേഴ്സ് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് വെക്കുന്നു. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം. ന്യൂഡേ ടീം ആ മാച്ച് കാണാൻ വരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ന്യൂഡേ ടീമിന്റെ സഹായത്തോട് കൂടിയിട്ട് ഗ്രീഡ് ബ്രദേഴ്സ് ആ ഒരു മാച്ച് എല്ലാം വിൻ ചെയ്തു. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വാർ റൈഡേഴ്സ് ടീം നിക്കാൾഡേഴ്സുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് നിക്കാൾഡേഴ്സ് പറയുന്നുണ്ട്,
ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ചാക്കി നടത്താമെന്ന്. പിന്നീട് സെത്ത് റോളൻസ്, ബ്രോൺ ബ്രേക്കർ, പോൾ ഹേമൻ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചത് സെത്ത് എന്തോ ഒരു രഹസ്യം ബ്രോൺ ബ്രേക്കറിന്റെ ചെവിയിൽ പറഞ്ഞു പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് പറ്റാണെങ്കിൽ നാളെ എങ്ങാനും വീഡിയോ ചെയ്യാം. അതിനുശേഷം വേൾഡ് ചാമ്പ്യൻ ജെയ് ഉസോയുടെ സെഗ്മെന്റ്. അപ്പോൾ ജെയ് ഉസോ വന്നതിന് ശേഷം ലോഗൻ പോൾ അറ്റാക്കിയുടെ കാര്യത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഫാൻസുമായിട്ട് ഈറ്റടിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ മുൻ ചാമ്പ്യൻ ഗന്ധറോടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഗന്ധർ പറയുന്നുണ്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടക്കാൻ പോകുന്ന ലോഗൻ പോൾ വേഴ്സസ് ജെയ് ഉസോ മാച്ചിൽ ആര് വിൻ ചെയ്താലും അവർ എൻ്റെ കൂടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാത്തിരുന്ന AJ സ്റ്റൈൽസ് വേഴ്സസ് ഫിൻ ബാലർ മാച്ച്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കാത്തിരുന്നത് വെറുതെ ആയില്ല. നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് പോയിട്ടുള്ളത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. അതുപോലെ കാർലിറ്റോ എല്ലാം ചേർന്ന് ചീറ്റ് ചെയ്യാൻ നോക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് AJ സ്റ്റൈൽസ് ഒരു അവസരം കിട്ടിയപ്പോൾ ഫിൻ ബാലറിനെ സ്റ്റൈൽ ക്ലാഷ് ചെയ്ത് പിൻ ചെയ്ത സമയത്ത് ഫിൻ ബാലർ അത് കിക്ക് ഔട്ട് ചെയ്ത് വീണ്ടും മാച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി. പിന്നീട് കാർലിറ്റോ, JD ഇവരുടെ എല്ലാം ഉപദ്രവം കൂടിയ സമയത്ത് അവിടെ പെൻഡ വരുന്നതായിട്ടും വന്നതിന് ശേഷം പെൻഡ JD മെക്കാനിക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് JD മെക്കാനിക്കിന്റെ നേരെ ചവിട്ടി. അങ്ങനെ തന്നെ കാർലിറ്റോയ്ക്ക് ഒരു മെക്സിക്കൻ ഡിസ്ട്രോയർ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തു. ശേഷം AJ സ്റ്റൈൽസ് ഫെനാമിനൽ ഫോറം യൂസ് ചെയ്ത് ഫിൻ ബാലറിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ AJ സ്റ്റൈലാണ് ലോഗൻ പോളിന്റെ കൂടെ ഒരു കൂറ മാച്ച് ചെയ്തത് റെസൽമേനിയയിൽ. അപ്പോൾ അത് കെമിസ്ട്രി വർക്ക് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വീക്ക് പെൻഡ ആൻഡ് AJ സ്റ്റൈൽ ഫോഴ്സസ് ഫിൻ ബാലർ ആൻഡ് JD മെക്ഡാനിക്ക് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ജെയ് ഉസോനെ ബ്രോൺ ബ്രേക്കർ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ബ്രോൺ ബ്രേക്കറുമായിട്ട് നെക്സ്റ്റ് വീക്ക് ഒരു മാച്ചും കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് ബെക്കി ലഞ്ചിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് നമുക്ക് വലിയ യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഷോർട്ടാക്കി പറയാം. അതായത് ബെക്കി ലഞ്ച് ഉദ്ദേശിച്ചത് ലൈറ വൽക്കീരിയയുടെ കൂടെ തോറ്റ ഞാൻ ഡൗൺ ആയി പോകും എന്നാണ് നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ എപ്പോഴും പഴയ ബെക്കി ലഞ്ച് തന്നെയാണ്, ഞാനാണ് ബെസ്റ്റ്, എല്ലാ അർത്ഥത്തിലും ഞാനാണ് ബെസ്റ്റ്, അതെപ്പോഴും തെളിയിച്ചുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇയോ സ്കൈ ആൻഡ് റിയ റിപ്ലി ഫോഴ്സസ് റോക്സാൻ പെരസ് ആൻഡ് ജൂലിയ ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. അതും മെയിൻ ഇവന്റ് മാച്ചായിട്ടാണ് നടന്നത്. ഈ മാച്ച് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ റിയ റിപ്ലി ജൂലിയയ്ക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റിയ റിപ്ലി ആൻഡ് ഇയോ സ്കൈ ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം റിയ റിപ്ലിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേണം ഈ ഒരു ടൈപ്പിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ശേഷം റിയ റിപ്ലി അവിടെ നിന്നും പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ മാച്ച് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. മാച്ച് നിങ്ങൾ കണ്ടു നോക്കുക, വേറെ ലെവൽ മാച്ചാണ്, തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ മാക്സിമം ലൈക്ക് അടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.